ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട അമ്മുവാണ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബിഗ് ബോസിനാണ്. കാരണം എനിക്ക് ബിഗ് ബോസ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല, പോവാൻ ഒരു തലപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് ബെറ്റർ ആയിട്ടുള്ളത്, എനിക്ക് നല്ല പ്രവർത്തനമായിട്ട് കളിക്കുന്നത് ജാസ്മിൻ അല്ല, മറ്റേ സിജോയും. അത് എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നത് ജാസ്മിൻ കളിക്കുമെന്നാണ്. ജാസ്മിൻ കപ്പെടുത്തുകൊണ്ട് പോകുമെന്നാണ്. അതിരുമാടാന്ന കണക്ക് ജാസ്മിൻ കപ്പെടുത്തുകൊണ്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗബ്രി അങ്ങ് വരിയിൽ നിന്ന് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ജാസ്മിൻ ജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കമൻറ്റിൽ പറയുക. ഞാൻ ബിഗ് ബോസിൻ്റെ ഒരു കാര്യം പറയാനല്ല ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യം പറഞ്ഞാൽ ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടി ആരാണ് എനിക്കിഷ്ടമുള്ള ആളാണ് ജാസ്മിനും ഗബ്രിയും. എനിക്കിഷ്ടമുള്ള ആളാണ് ജാസ്മിനും ഗബ്രിയും. അതാണ്. അമ്മയ്ക്ക് ഇഷ്ടം സിജോനെയും സായിനെയും എല്ലാവരെയും ഇഷ്ടം. പക്ഷെ എനിക്ക് അതാണ് ഇഷ്ടം. അപ്പം എൻ്റെ ചേട്ടന് വേറെ ആൾക്കാണ് ഇഷ്ടം. പക്ഷെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു റോട്ടിൽ 5 പട്ടികളുണ്ടായിരുന്നു. അതിൽ 5 പട്ടികളുണ്ടായിരുന്നു. ഒരു മാമൻ റോട്ടിൽ തെരുവിലായിട്ട് റോട്ടിൻ്റെ മധ്യത്ത് അവിടെ വണ്ടിയൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു. എനിക്ക് സ്ഥലം അറിഞ്ഞൂടാ. ഒരു വണ്ടിയായിട്ടില്ലാത്ത സ്ഥലം റോട്ടിൻ്റെ മധ്യത്ത് കിടക്കുമായിരുന്നു. തലങ്ങനെയൊക്കെ വിരിച്ച് തലങ്ങനെയും ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് കിടക്കുമായിരുന്നു റോട്ടിൻ്റെ മധ്യത്ത്. അപ്പോൾ 5 പട്ടികളും 3 ആടുകളും ഉണ്ടായിരുന്നു. ആ 3 ആടുകളും ഒരു മാമനെ തിന്നാനാണ് ആ പട്ടികളെ വിചാരം. പക്ഷെ അത് തിന്നാൻ പറ്റുമോ, അത് പറ്റുമെന്ന് അവർക്ക് പോലും അറിഞ്ഞൂടാ. അപ്പം ആദ്യം പോയി അവരടുത്ത് പോവും. അവരടുത്ത് നടന്ന് പോവും. ഇതിൽ ഇങ്ങോട്ടും നോക്കും. അതിൽ 2 പട്ടികൾക്ക് മനസ്സിലായി, ഇതിനെ രണ്ടിനെയും തിന്നണമെന്ന് മനസ്സിലായി. അവർക്ക് ഈ ആടിനെ ഈ അപ്പൂപ്പനെയും തിന്നണമെന്ന് ആ 2 പട്ടികൾക്ക് മാത്രം മനസ്സിലായി. ബാക്കി ഒന്നിന് ആ 3 പട്ടികൾക്ക് മാത്രം മനസ്സിലായി. 2 പട്ടികൾക്ക് മാത്രം മനസ്സിലായി. ബാക്കി 3 പട്ടികൾക്ക് മനസ്സിലായില്ല. 3 ആടുകൾ എന്തിനു ചെയ്തു? അവിടെ തന്നെ നിന്നു, അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിന്നു. പക്ഷെ പട്ടികളെ കണ്ടില്ല. ആട് അങ്ങോട്ട് ആ മാമനെ നോക്കിക്കൊണ്ട് വെച്ചുകൊണ്ടിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കാൻ തെരുവിൽ എന്താ ആടുള്ള സ്ഥലത്തായിരുന്നു. ആടുള്ള സ്ഥലമായിരുന്നു. അവിടെ ഫുൾ ആടായിരുന്നു. പക്ഷെ അതിൽ 3 ആടുകൾ മാത്രം റോട്ടിൽ പെട്ടു. അതാണ് റോട്ടിൽ പെട്ടു. അപ്പം അതെന്തിനു ചെയ്തു? ആ ആടുകൾ 3 പട്ടികൾ തിന്നു. ആ ആടിനെ 3 പട്ടികൾ പിടിക്കാൻ പോയി. ആ 2 പട്ടികൾ എന്തിനു ചെയ്തു? ആ 3 പട്ടികളിൽ 2 പട്ടികൾക്കായിരുന്നു അതറിയാവുന്ന. ആ 3ാമത്തെ പട്ടി ഒരു പട്ടിക്ക് അറിഞ്ഞൂടായിരുന്നു. ഈ 3ാമത്തെ 2 പട്ടിക ഈ 2 പട്ടികൾ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അപ്പം അതിനെ പോയി തരുന്നു. അതാണെങ്കിൽ അവിടെ വായ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ആ 2 പട്ടികളാണെങ്കിൽ അത് തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുക. അത് ഇങ്ങനെ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ അത് ആ ആടുകളെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് മനസ്സിലായില്ല അവർക്ക് മനസ്സിലായത് പോലും ഇല്ല. കടങ്കഥയാണ്, മനസ്സിലായത് പോലും ഇല്ല. അപ്പം അത് പിന്നെ എന്തിനൊക്കെ ആയിപ്പോയി. അത് പിന്നെ ആ ആടുകൾ പിന്നെ ചെയ്തത് ആ ആടുകളെ തിന്നാൻ പറ്റിയില്ല. ആടുകൾ ഓടിക്കളഞ്ഞു. പക്ഷെ ആ ആടുകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ പട്ടികൾക്ക് മണം അടിച്ച് ആ ആടുകളെ പിടിച്ച് തിന്നു. പക്ഷെ ആ മാമൻ എന്തൊരു ചെയ്യും? അത് നിങ്ങൾ കമൻറ്റിൽ ഇടുക. പിന്നെ ഒരു സംഭവമുണ്ട്. പിന്നെ ഞാൻ ഇന്ന് ബിഗ് ബോസിൻ്റെ കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുവാണ്. ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഓരോരോ മാറ്റി പറയും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓരോരോ മാറ്റി പറയൊക്കെ ഇല്ലേ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇന്ന് പറയാമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എക്സൈറ്റ്മെൻറ്റാണ്.
ഫോൺ വാങ്ങിച്ചു. ഫോണൊന്നും വാങ്ങിച്ചില്ല, ഫോൺ പറഞ്ഞു, ഒരു ഫോൺ, എനിക്ക് ഫോൺ. അപ്പം ഗായ്സ്, ഞാനാണെങ്കിൽ ഇന്ന് ചെയ്യാൻ വരുന്നത് ഒരു ബിഗ് ബോസിൻ്റെ ഒരു സംഭവമായിട്ടാണ്. അപ്പം ഗായ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബിഗ് ബോസിലെ ഒരു കാര്യമാണ്. ഈ കടങ്കഥയിൽ നമ്മുടെ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടുക, കടങ്കഥ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഗായ്സ് അപ്പോൾ ഗായ്സ് അത് നിങ്ങൾ മൈൻഡാക്കണം, അത് നിങ്ങളൊന്ന് മൈൻഡാക്കണ്ട. അതിന് ഞാൻ ഒട്ടിച്ചു. ഇവിടെ നിന്ന് കുറേ നേരം ഒരു കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതിനെ ഞാൻ ഒട്ടിച്ചു. പിന്നെ സമാധാനമായി, നല്ല സമാധാനമായി. ചുളിയെ രണ്ട് സൈഡിൽ ഇട്ടുകയാണ്. പിന്നെ ഗായ്സ് ഞാൻ പറയുന്നത്, ഇനി ഞാൻ ഇഷ്ടം പോലെ പിന്നെ ഞാനൊരു സംഭവം പറയാൻ വിചാരിച്ചുമായിരുന്നു. ഞാൻ ഇപ്പോൾ എൻ്റെ കസിൻ ചേട്ടനാണ്, എൻ്റെ കസിൻ ചേട്ടനാണ്. ആ ചേട്ടന് യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ നമ്മുടെ യൂട്യൂബിൽ മാസ്കും സംസാരിക്കാത്ത ഒരാൾ, നമ്മൾ മാസ്കും മുഖമൊന്നും കാണിച്ചാത്തൊരു ഒരാളില്ലായിരുന്നു. അതിന് യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബിൽ കയറി നോക്കുക. നിങ്ങൾക്ക് ശബ്ദവും മുഖവും എല്ലാം അറിയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കയറി നോക്കുക. അപ്പൊ ഗായ്സ്, അച്ചുചേട്ടൻ എന്തിനാ പറയാനുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. ഹലോ ഗായ്സ്, പിന്നെ എനിക്കൊരു പ്രത്യേകത ശബ്ദം കൂടെ ഉണ്ട്. ഞാൻ ശബ്ദം മാറ്റും കേട്ടോ. റെഡി, സെറ്റ്, ഗെറ്റ്, ഗോ. ഇപ്പൊ നമുക്ക് മാസ്ക് ഇല്ലാത്ത ഒരുത്തനുണ്ടല്ലേ, അവന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ഐ ആം സൂപ്പർ ഹരി എന്നാണ്, അല്ലെങ്കിൽ സൂപ്പർ ഹരി എന്നായിരിക്കും. രണ്ടിലേക്കും ഒന്നായിരിക്കും. അവൻ വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൊടുക്കണ്ട, മാക്സിമം നമുക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി. സത്യാണ്. അച്യുതന് ശബ്ദമുണ്ട്, എൻ്റെ ശബ്ദം അച്യുതന് വരുത്താൻ പറ്റും. കാരണം നിങ്ങൾ കാണണ്ടല്ലോ. ഞാൻ പിന്നെ വന്നിരിക്കുന്നത് ഒരു സംഭവം. നിങ്ങൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി. നമുക്ക് നാളെ ബുക്കൊക്കെ കിട്ടും. നാളെ എല്ലോ ഫ്രൈഡേ ആയിരുന്നു ബുക്ക് കിട്ടും. എന്നുവെച്ചാൽ ഇന്നത്തെ അല്ല, അടുത്ത ഫ്രൈഡേ ആയിരുന്നു ബുക്ക് കിട്ടും. ഞാനൊരു കോമഡി പറയാട്ടാ. ഞാൻ ഈ മൈലാഞ്ചി ഇരുന്നിട്ടതാ ഇട്ടതേ. അപ്പൊ ഗൈസ്, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കടങ്കഥ പറഞ്ഞു. ഇനി രണ്ടാമത്തെ കടങ്കഥയാണ്. ഒരാള് വരി കൂടെ നടക്കുമായിരുന്നു. ആ വരി കൂടെ നടക്കുന്ന ആൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. നോൺ വെജിറ്റേറിയൻ അല്ലായിരുന്നു, വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പം ആ വെജിറ്റേറിയൻ ആളിനകത്തൊരു വെട്ടൊട്ടി ഉണ്ടായിരുന്നു. അവിടെ ഒരു കോഴിയും ഡെസേർട്ടിലായിരുന്നു. ഒരു കോഴി മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അയാൾ എന്തിനു കഴിക്കുമെന്ന് കമൻറ്റിൽ ഇടുക. ഇതിൻ്റെ രണ്ടിൻ്റെ ഉത്തരം കമൻറ്റിൽ ഇടുക കേട്ടോ. നിങ്ങൾ കമൻറ്റിൽ പറ്റുമെങ്കിൽ ഇടുക. എനിക്ക് വേണ്ടി മാത്രം, ബാക്കി ആർക്കും വേണ്ടി ഇടണ്ട കേട്ടോ. അപ്പം പിന്നെ എൻ്റെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഇപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.